പേര് റെൻസി. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ ജാനുവരി 31 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്, ഈ 2023. ഞാൻ 2010 ഒക്ടോബറിൽ BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ്. എൻ്റെ കസിൻസും ഫ്രണ്ട്സല്ല, എൻ്റെ കസിൻസും ഫാമിലിയിൽ ഒരുപാട് പേര് യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യണവരാണ്. സോ പഠിക്കണ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് വിത്തൗട്ട് IELTS എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഞാനതിന് വേണ്ടി ട്രൈ ചെയ്തു. എനിക്ക് ഒരു ഐഡിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആയിരുന്നു. ഞാൻ പേപ്പർ വെച്ചതിൻ്റെ പിറ്റേ ദിവസം അവർ ആ പ്രോഗ്രാം ബാൻ ചെയ്യാണ്. സോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വിത്തൗട്ട് IELTS ചെയ്തിരുന്നത്. കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ IELTS പ്രിപ്പയർ ആവാണ്. IELTS പ്രിപ്പയറായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഓവറോൾ 7 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ടൈമിൽ ഒന്നുകൂടെ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. അപ്പോഴും എനിക്കൊരു സ്ലൈറ്റ് വേരിയേഷനോടുകൂടി ഓവറോൾ 7 തന്നെയാണ് എൻ്റെ സ്കോർ നിൽക്കണത്. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് പ്രോഗ്രാമിൽ പോവാം എന്ന് വിചാരിച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് 1 ഇയർ അപ്പോൾ ഗ്യാപ്പായി. അപ്പോൾ ആ സമയത്തൊക്കെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ്. സോ ഞാൻ ഇവിടെ എറണാകുളം ലിസ്സിയിൽ വർക്ക് ചെയ്യാൻ കയറി. വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇൻ ബിറ്റ്വീൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസർ വരെയും ഞാൻ കംപ്ലീറ്റ്ലി ഡെസ്പറേറ്റ് ആവുകയും എനിക്ക് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ക്യൂറായി ബൈ ഗോഡ്സ് ഗ്രേസ്. ഇപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് നടന്നു. മാരേജ് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളും കൂടി വർക്ക് ചെയ്തോളൂ. മൂത്ത കുഞ്ഞിനെ കൺസീവ് ആയപ്പോൾ തിയേറ്ററിലായിരുന്നു. സോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് എൻ്റെ സെൽഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ എക്സാമിന് ഡേറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് കുഞ്ഞ് ഒരു 9 മാസം 10 മാസമുള്ളപ്പോഴേക്ക് ഞാൻ നെക്സ്റ്റ് കൺസീവ് ആവാണ്. സോ അപ്പോൾ എനിക്ക് വീണ്ടും ജോലി ചെയ്യാനും പോകാനും പറ്റുന്നില്ല. IELTSന് പ്രിപ്പയർ ആവും. ഞാനപ്പോൾ അവന് രണ്ടാമത്തെ കുഞ്ഞിന് 1 വയസ്സായതിന് ശേഷം ഞാൻ IELTS പ്രിപ്പയർ ആയാണ്. അപ്പോഴും ഞാൻ 2 പ്രാവശ്യം എഴുതി. എൻ്റെ സെയിം സ്കോർ തന്നെ. ഒരു ഹോപ്പില്ല. ഞങ്ങൾ കാനഡ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കലേ വർക്ക് ചെയ്യാം, കുറച്ച് നാൾ വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്യാൻ വീണ്ടും കയറി ചെയ്തുകൊണ്ടിരിക്കലേ ഞാൻ 3ാമത് കൺസീവ് ആവാണ്. 3ാമത് കൺസീവ് ആയതിൻ്റെ 2019 ഞാൻ ആ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റക്കാവാണ് വീട്ടിൽ തന്നെ. എനിക്ക് ഒന്നിനും പോകാൻ പറ്റുന്നില്ല, ജോലിക്കും പോകാൻ പറ്റുന്നില്ല. എനിക്ക് വർക്ക് ചെയ്യാന്നുള്ളത് വളരെയധികം താല്പര്യമുള്ളതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ എനിക്ക് മാറ്റി നിർത്താനും പറ്റുന്നില്ല. ഹസ്ബൻഡിനാണെങ്കിൽ എൻ്റെ നാട്ടിൽ ജോലിക്ക് വിടാൻ വലിയ താല്പര്യമില്ല. പുറത്ത് പോയി നോക്കാം എന്നുള്ള തന്നെയാണ് താല്പര്യമായിരുന്നത്. അങ്ങനെ ഞാൻ കൊറോണയ്ക്ക് ശേഷം ഞാൻ സെൽഫായിട്ട് 3 കുഞ്ഞുങ്ങൾ, അവർക്ക് 2 പേർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. കുഞ്ഞിതിനെ മമ്മി നോക്കി. അങ്ങനെ ഞാൻ അത് പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. 2 പ്രാവശ്യം എൻ്റെ സ്കോറ് കുറവായി, മീൻസ് സെയിം സ്കോറ്, മുമ്പൊക്കെ കിട്ടിയ സെയിം സ്കോറ്, അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ എന്നാൽ കെയർ വിസയ്ക്ക് പോവാം, എല്ലാവരും ഒന്ന് കെയർ വിസ ചെയ്യുന്നുണ്ട്, കെയർ വിസ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏജൻസീനെ സമീപിച്ചപ്പോൾ അവരൊന്നും എൻ്റെ പ്രൊഫൈൽ എടുക്കാൻ തയ്യാറല്ല. കാരണം അവർ പറയണത് ഇത്രയും ഓവറോൾ 7 സ്കോറുണ്ട്, സ്പീക്കിംഗ് 7 കിട്ടിയേക്കണ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയേക്കണ ഒരു കുട്ടിക്ക് എന്ത് കാര്യത്തിന് ഇതിന് പോകണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അന്നൊരു പണി ചെയ്യാം, ആൾ നേഴ്സാണ്, ഞാൻ കെയറിൽ പോവാം, അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിനക്ക് വരാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. ഞങ്ങൾ ലോണൊക്കെ വെച്ച് ഞങ്ങൾ പോവാണ്. മീൻസ് ഹസ്ബൻഡ് പോയി. ഹസ്ബൻഡിൻ്റെയും ഒരു 6 മന്ത്സ് പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആയിട്ടൊക്കെ നടന്നേ എങ്കിൽ ലാസ്റ്റ് ജൂലൈയിൽ ആൾ പോയി. അപ്പോൾ ആൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പേപ്പർ വർക്കുകളും കൂടെ ചെയ്യാം, 3 മന്ത്സ് കഴിഞ്ഞാൽ ഫാമിലീനെ എടുക്കാം, അങ്ങനെയെങ്കിലും എനിക്ക് യൂറോപ്പിൽ പോവാം എന്നുള്ള എൻ്റെ ആഗ്രഹം. ഹസ്ബൻഡ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാനീ പോണത് എൻ്റെ ആഗ്രഹം കൊണ്ടല്ല, നിന്നെ അവിടെ കൊണ്ടുപോവാം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, ഹസ്ബൻഡ് പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും നടന്നില്ല. കാരണം ആളുടെ ടെനൻസി 1 ഇയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റും, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ടെനൻസി മാറാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. 1 കൊല്ലം കഴിയാതെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പ്രതീക്ഷ നശിക്കുകയാണ്. വീണ്ടും എല്ലാവരും പറഞ്ഞാൽ OET നോക്ക്, നീ IELTS കുറേ നാളായില്ലേ ചെയ്യുന്നത്, നീ OET നോക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് OET പ്രിപ്പയർ ചെയ്യാം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ഇളയ കുഞ്ഞ് അംഗനവാടി പോയി കഴിയുമ്പോൾ ഞാൻ OET പഠിക്കാൻ തുടങ്ങി.
പഠിക്കുമ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല. മിസ്സുമാരൊക്കെ അറ്റൻഡ് ചെയ്യണവർ പറയും ഓക്കെയാണ് താൻ ഈ പ്രാവശ്യം കിട്ടും. ഇത് ഞാൻ IELTS ജോയിൻ ചെയ്ത സമയം തുടങ്ങി ഞാൻ കേൾക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എക്സാമിൻ്റെ സമയത്ത് ഞാനിത് എങ്ങനെ പോയാലും ഉഴപ്പിയിട്ടല്ല, എനിക്കത് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു തോട്ട് വരാണ്, ചിലപ്പോൾ ദൈവം ഇത് ആഗ്രഹിക്കാനായിട്ടാണോ എനിക്കിത് കിട്ടാത്തത് എന്നൊക്കെ ഒരു ചിന്ത വന്നു. എങ്കിലും ഞാൻ എക്സാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനീത്തിയൊക്കെ എന്നെ വിളിച്ചു. അവളും UK അവൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കുറേ അങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുക, അപ്പോൾ നിനക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോൾ എൻ്റെ മദറിലോ ഇവിടുത്തെ പ്രാർത്ഥനകളും ഇതൊക്കെ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അമ്മ എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അത് പിന്നെ ഞാൻ എന്നും തൃശ്ശൂർ എക്സാം എടുത്തപ്പോൾ 1 മന്ത് ഞാൻ തൃശ്ശൂർ ക്ലാസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ആ ക്ലാസ്സിൽ പോണ വഴിക്കൊക്കെ എൻ്റെ ചെവിട്ടിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടത്. അപ്പോൾ എൻ്റെ ബിലീഫ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ കിട്ടിയ പലരോടും ചോദിച്ചപ്പോൾ അതുമാതിരി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നത് അവരൊക്കെ കയ്യിൽ ഒരു കാശ് രൂപം വെച്ചാണ് ഇവർ എക്സാം എഴുതിയത്. അങ്ങനെയാണ് ഇവർ ഇതെല്ലാം പാസ്സായെന്ന് ഞാൻ അറിയാം. അപ്പോൾ തുടങ്ങി ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കാൻ തുടങ്ങി, മാതാവ് എനിക്കൊരു കാശ് രൂപം തരണേ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കൊരട്ടിപ്പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴായാലും മാതാവ് എനിക്കൊരു കാശ് രൂപം തരണേ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. എക്സാമിന് പോകണമെന്ന് രാവിലെ ഞാൻ ആസ് യൂഷ്വൽ പ്രിപ്പയറായി ഇറങ്ങാൻ നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു ചെറിയ കാശ് രൂപം കൊണ്ടുതരാം. ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപം അല്ല, ചെറിയൊരു കാശ് രൂപം തന്നിട്ട് അമ്മ പറയാം, നീ ഇവിടെ വന്നു തുടങ്ങി ഞാൻ നിനക്ക് ഈ കാശ് രൂപം തരണമെന്ന് വിചാരിക്കുക, ഇപ്പോഴാണ് ഇതിനുള്ള കറക്റ്റ് ടൈമായെന്ന് പറഞ്ഞാൽ എൻ്റെ മാലയിൽ ആ കാശ് രൂപം ഇട്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര കോൺഫിഡൻസ് കൂടിയ പോലെ തോന്നി. എക്സാമിന് ചെന്ന് എക്സാം എഴുതണതിൻ്റെ ഇടയിൽ ഞാൻ ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെല്ലാവരും ഈ കാശ് രൂപം വെച്ചിട്ടാണ്, കാശ് രൂപം പേപ്പറിൽ വെച്ചൊക്കെയാണ് ചെയ്തേക്കണേന്ന്. അങ്ങനെ ഞാനും ചെയ്ത്. പക്ഷേ റീഡിങ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ലിസണിങ് എനിക്ക് എക്സാമിന് ഞാൻ മുമ്പ് പ്രാക്ടീസ് ചെയ്തതിനേക്കാളും കുറച്ചൊരു എളുപ്പം തോന്നി എന്ന് പറയാം. പക്ഷേ എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. എൻ്റെ ഫുൾ ഹോപ്പ് പോയി. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്, മാതാവ് എനിക്ക് ഇത് മാതാവ് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് അറ്റംപ്റ്റ് ചെയ്തത്. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി. അപ്പോഴും എൻ്റെ ആഗ്രഹം ഞാൻ അപ്പോൾ തുടങ്ങി ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും എനിക്ക് റിസൾട്ട് അറിയുന്നതിന് മുമ്പ് എനിക്കിവിടെ വരണം. പക്ഷേ എനിക്ക് കൂടെ വരാൻ ആളില്ല. ഇൻലോസ് ആണെങ്കിലും അവരും കുറച്ച് വീക്കായൊക്കെ ആൾക്കാരാണ്. കുഞ്ഞുങ്ങളെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വേണം എനിക്ക് വരണമെങ്കിൽ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ അവിടെ നിന്നൊരു ചേച്ചി, ആ ചേച്ചിക്ക് ഇവിടെ വന്ന് ഒരു വലിയ അത്ഭുതം സംഭവിച്ച ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് ക്യൂറായി ഇവിടെ വന്ന്. അപ്പോൾ ആ ചേച്ചി ഇവിടെ പുതുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ചേച്ചി ഞാനും വരണുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തലേ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞാൻ പിറ്റേ ദിവസത്തേക്ക് പോരാൻ ഒരുങ്ങാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞറിയാണ് നാളെ രാവിലെ റിസൾട്ട് വരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇന്നിവിടെ വരണം, മീൻസ് നെക്സ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കുള്ളൂ എന്നൊക്കെ ഞാൻ ഉറപ്പിക്കാം. ഞാനിവിടെ വന്നു, ഞാൻ ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്നു. രാവിലെ 10:30 സെഷന് ഞാൻ കയറി ഉടമ്പടിയുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കലേ എൻ്റെ ഫോൺ കിടന്ന് വളരെ വൈബ്രേറ്റ് ചെയ്യാണ്. ബാച്ചിലുള്ള പലരുടെയും മെസ്സേജ്, മീൻസ് റിസൾട്ട് വന്നു, എൻ്റെ റിസൾട്ട് നോക്കാൻ പറഞ്ഞു പലരുടെയും മെസ്സേജ്. പക്ഷെ ഞാനൊന്നും നോക്കിയില്ല. ഞാനിത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞ് സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് നിന്നപ്പോൾ എൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി റിസൾട്ട് എന്താ നോക്കാത്ത, ചേച്ചി ഡിപ്രഷനാണോ സങ്കടമാണോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാനിങ്ങനെ ഇവിടെയാണ്, ഇത് കഴിഞ്ഞിട്ടേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി എന്തായാലും ചേച്ചി എൻ്റെ പാസ്വേഡും മെയിലും വാങ്ങിച്ചു വെക്കി, ചേച്ചിയുടെ അതില്ലെങ്കിൽ ചേച്ചിക്ക് ഇന്ന് റിസൾട്ട് നോക്കാൻ പറ്റില്ല, ഏജൻസിയിൽ വിളിച്ചാൽ അത് വാങ്ങിച്ചു നോക്കാം. അപ്പോൾ ഞാൻ അവർക്ക് ഇവിടെ നിന്ന് വിളിച്ചില്ല, ഞാൻ അവർക്ക് ടെക്സ്റ്റ് ചെയ്തു, എൻ്റെ പാസ്വേഡും മെയിലും തരാൻ പറഞ്ഞു. അപ്പോൾ ആ ആൾ പാസ്വേഡും മെയിലും എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ എനിക്കൊരു നെക്സ്റ്റ് മെസ്സേജ് മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഫോണിൽ കാണാൻ പറ്റുമല്ലോ. ആ വന്ന മെസ്സേജ് ഒരു PDF ആണ്. അതിലെനിക്ക് എൻ്റെ ഫോട്ടോയുടെ ഈ ഫോർഹെഡ് പോർഷൻ വരെ കാണാം. അപ്പോൾ എനിക്കത് മനസ്സിലായി, എൻ്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത്. ഞാൻ തുറന്നില്ല. ഞാനിവിടെ 1:30-2 മണിക്കാണ് ആ സംഭവം നടക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് 4 മണിയായി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നപ്പോൾ സിസ്റ്റർ ഓരോരുത്തർക്കായിട്ട് മാതാവിൻ്റെ അടുത്ത് അക്കമ്പനി ചെയ്യണവരുടെ കയ്യിൽ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ആഗ്രഹിച്ചു എനിക്കും എന്തെങ്കിലും ഒന്ന് കിട്ടണേ.
പക്ഷേ എനിക്ക് എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആളെയാണ് ആദ്യം സിസ്റ്റർ വിളിച്ചത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി എനിക്ക് കിട്ടില്ല. പക്ഷേ ലാസ്റ്റ് സിസ്റ്റർ അത് കൊടുക്കുന്ന നേരത്തെ സിസ്റ്റർ വീണ്ടും ചോദിക്കുകയാണ് ആരെങ്കിലും എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കൈ ഉയർത്തിയപ്പോൾ എനിക്കും കിട്ടി. അങ്ങനെ എനിക്ക് മാതാവിനെ എൻ്റെ കൂടെ മണിയടിച്ച് ഇവിടെ വരെ എത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഉറപ്പാണ് എനിക്ക് സ്കോർ ഉണ്ടാവും, എന്നെ മാതാവ് എന്തായാലും വെറുതെ ആക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഞാൻ പ്രാർത്ഥിച്ച് പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കിത് കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ത്രൂ ഔട്ട് ഞാൻ ഉപവാസമാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിനോ ഭക്ഷണം കഴിയാൻ ഇല്ല, റിസൾട്ട് നോക്കി ഇതുണ്ടെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കാരണം ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കേട്ടത് ഇങ്ങനെ ഒരു OITയുടെ സാക്ഷിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ചിന്ത വരാണ് എനിക്കും പറയണം, ഇത് പറയാൻ പറ്റണം. അന്നേരം ഞങ്ങൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയി. അപ്പുറത്ത് നിന്ന് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കണ്ടത് അയർലൻഡ് സ്കോറാണ്. അപ്പോൾ തന്നെ ഞാൻ തുള്ളി ചാടിയിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് പോകാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ പറയാം, അതിന് മുമ്പ് നീ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. അപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായേ അത് അയർലൻഡ് സ്കോറല്ല, ക്ലബിംഗ് സ്കോറാണ്. അത് 2 Bയും 2 C+ ആണ്. ഗ്രാഫ് ആയതുകൊണ്ട് എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. പക്ഷെ ഞാൻ എന്നാലും ആ ചേച്ചി എന്നോട് പറഞ്ഞു, എന്നാലും മോളെ നിനക്ക് നല്ല സ്കോറുണ്ട്, ഈ സർട്ടിഫിക്കറ്റിന് ഇതിന് വാല്യൂ ഉണ്ട്, എന്തായാലും നെക്സ്റ്റ് ടൈം എനിക്കൊരു നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ ചേർത്ത് വയ്ക്കാവുന്ന റിസൾട്ടാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. അന്ന് തുടങ്ങിയാണ് എൻ്റെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യണേ, ജാനുവരി 31. ഇന്നത് കറക്റ്റ് 2 മാസം തികയുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അന്ന് തുടങ്ങി ഞാൻ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ തുടങ്ങാണ്. പത്രം കൊടുക്കാനും ഞാൻ പത്രം ആദ്യമൊക്കെ കൊടുത്തിരുന്നപ്പോൾ ആൾക്കാർക്ക് വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ആണ്. പിന്നെ ഞാൻ കേട്ടു വിശ്വാസ പ്രമാണം പറഞ്ഞ് ചെല്ലാമോ. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. എനിക്കറിയാത്തവരിലാണ് ഞാൻ കൂടുതലും കൊടുക്കുക, കാരണം ഞാൻ ക്ലാസ്സിൽ പോണ വഴിക്കൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഞാൻ വിശ്വാസം ഹിന്ദുക്കൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. മുഖം കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ വാങ്ങിക്കാനൊരു ഇഷ്ടമില്ലെങ്കിൽ കൂടിയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ ട്യൂസ്ഡേയ്സ് ഞാൻ ക്ലാസ്സിൽ പോകത്തില്ല. ഞാൻ ക്ലാസ്സിൽ പോവാതെ ആ ട്യൂസ്ഡേ ഞാൻ ഇതിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം അച്ഛൻ്റെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അത് കഴിഞ്ഞിട്ടേ ഞാൻ അന്നത്തെ ദിവസം ഞാൻ മിക്ക ദിവസങ്ങളിലും കൂടുതൽ ദിവസങ്ങളും ഉപവാസം തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജലപാനം പോലും എടുക്കുകയുള്ളൂ. അപ്പോൾ അമ്മയൊക്കെ വന്നിട്ട് പറയും, മോളെ നീ ഭക്ഷണം കഴിക്കാം. ഇല്ല ഇത് കഴിയട്ടെ. ചിലപ്പോൾ അത് മിക്ക ദിവസങ്ങളും എനിക്കത് 1:30 ഇവിടുത്തെ ടൈമിൽ തന്നെ തീരും. ചില ദിവസങ്ങളിൽ എനിക്കത് 3:30. കാരണം ഞാൻ എന്തെങ്കിലും കാര്യത്തിനോ എന്തെങ്കിലും ഒരു കാരണവശാൽ എനിക്കത് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഷെക്കീനയിലെ പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ചിലപ്പോൾ അത് മിസ്സാവാറുണ്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ രണ്ടാമത് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. ബ്ലെസ്സിങ് വാങ്ങിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിച്ചു. ഞാൻ എക്സാം എഴുതാണ്. ഞാൻ ഒന്നും പഠിക്കാറില്ല എന്ന് തന്നെ പറയണം. ആ സമയത്ത് ആദ്യത്തെ ടൈമിൽ ചെയ്തിരുന്നതോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് IELTS ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ വെളുപ്പിന് 4 മണിക്ക് എനിക്കിരുന്ന് വർക്കൗട്ട് ചെയ്യും. കാരണം കുട്ടികൾ ഉറങ്ങാൻ നേരത്തെ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി, നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കിട്ടാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ദൈവം അത് ആഗ്രഹിക്കാനായിട്ടായിരിക്കും തന്നെ എൻ്റെ ഉള്ളിലും തോന്നി തുടങ്ങി. മറ്റുള്ളവരും പറയാൻ തുടങ്ങി. എൻ്റെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, നിനക്ക് വർക്കൗട്ട് കുറഞ്ഞിട്ടല്ല നിനക്ക് കിട്ടാത്ത, ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് നീ ഇവിടെ തന്നെ പോയാലേ നിനക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതൊക്കെ. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. എക്സാം എനിക്ക് എൻ്റെ മാംസിനൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷേ എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും A പാർട്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷേ B പാർട്ട് C പാർട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. റൈറ്റിംഗ് ഞാൻ എഴുതി. പക്ഷെ ഞാൻ അത് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഞാൻ എഴുതിയത് അട്ടർ ഫ്ലോപ്പാന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ആകെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ അപ്പോഴും എൻ്റെ ഉള്ളിലിരുന്നൊരു ധൈര്യമുള്ളത് സ്പീക്കിങ്ങും അതുപോലെ തന്നെ. സ്പീക്കിങ്ങിന് വന്ന ഒരാൾ ഒരു എക്സാമിനർ ഒരു ക്യൂ കാർഡിന് തന്ന എക്സാമിനറിൻ്റെ റോൾ പ്ലേയിലെ ആളുടെ പേര് മേരി എന്നായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ എന്തോ സംഭവിച്ച് ഞാൻ ആ സമയത്ത് പേര് മാറിപ്പോയി. ഫസ്റ്റ് പറഞ്ഞ ക്യൂ കാർഡിലെ പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സിക്ക് മേളിൽ കയറില്ല, ഒരിക്കലും റെക്കോർഡ് സ്കോർ കിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ മുമ്പ് അത് കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ തുടങ്ങി ടെൻഷനാണ്. പിന്നെ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാം, സ്പീക്കിങ്ങും റൈറ്റിങ്ങും പോയാൽ ലാസ്റ്റ് ടൈം കിട്ടിയാണ്, കാരണം ക്ലബിംഗ് സ്കോർ തരും മാതാവ് എനിക്ക്. അങ്ങനെ പറഞ്ഞാണ് ഞാനത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ട്യൂസ്ഡേ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന അന്ന് എൻ്റെ മക്കൾക്ക്, എനിക്ക് 3 കുട്ടികളാണ്, 2 പേർക്ക് എക്സാം ഉണ്ട്. ഞാൻ ആ ഒരു എക്സാമിന് കൊണ്ടുപോയി തിരിച്ച് വന്നപ്പോൾ ലേറ്റായ കാരണം ഞാനിവിടെ 1:30 ആയപ്പോഴും അച്ഛൻ്റെ ക്ലാസ്സിൽ ഞാൻ ഓൺലൈനിൽ കയറുന്നത്. എൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ 3:30. അപ്പോൾ പലരും പറഞ്ഞു റിസൾട്ട് വന്നു തുടങ്ങി. 12 മണിക്ക് മെസ്സേജ് വന്നു. പക്ഷേ എനിക്ക് മാത്രം മെയിൽ വന്നിട്ടില്ല. ഞാനിത് കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മെയിൽ വന്നിട്ടില്ല. 3:30 എൻ്റെ
എക്സാം ഞാൻ 3:30 എൻ്റെ അച്ഛൻ്റെ പ്രെയർ എൻ്റെ ഫോണിൽ കഴിഞ്ഞ വശം എൻ്റെ ഫോണിൽ മെയിലിൻ്റെ ഇതുവരാണ്. മെയിൽ വന്നപ്പോൾ എനിക്ക് തോന്നാണ് എനിക്കൊന്ന് വിശ്വാസ പ്രമാണം ചെല്ലാം എന്ന് തോന്നി. ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചെല്ലാണ്. ഒരു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കില്ല. എൻ്റെ ഉള്ളിലിരുന്ന് പറയാം, ഒരെണ്ണമല്ല നീ 3 ചെല്ലാൻ. അങ്ങനെ ഞാൻ 3ാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലിത്തീർന്നതും സ്വർഗ്ഗസ്നാപിതാവിൻ നന്മ പറഞ്ഞ് ചെല്ലിത്തീർന്നതും എൻ്റെ മെയിൽ ഓപ്പണായി. റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് അയർലൻഡ് ക്ലബിംഗ് സ്കോറാണ്. സ്പീക്കിംഗ് മാത്രം 320, ബാക്കി 3നും 350 എബോ ഉണ്ട്. ലിസണിങ് 420 ആണ്. എനിക്ക് ഒരിക്കൽ പോലും അത്രയും സ്കോർ കിട്ടിയിട്ടില്ല. ഈവൻ ഒരു മോക്ക് ടെസ്റ്റിനോ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനോ ഒരിക്കൽ പോലും എനിക്ക് ആ സ്കോർ കിട്ടിയിട്ടില്ല. അങ്ങനെ അത്രയും നല്ലൊരു സ്കോർ എനിക്ക് കിട്ടി. ഞാൻ ഡെഫിനറ്റായിട്ട് വിശ്വസിക്കുന്നത് ഇത് മാതാവ് തന്ന ഒരിതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഇപ്പോൾ അയർലൻഡ് സ്കോറാണ് പ്രസൻറ്റ്. ക്ലബ് ചെയ്താൽ അത് UK-യുടെയും ന്യൂസിലാൻഡിൻ്റെയും സ്കോറാണ് കിട്ടിയിരിക്കുന്നത്. സോ അത് 3 രാജ്യത്തേക്കും പോകാനുള്ള അത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ കാര്യം, സ്കോർ കിട്ടിയെങ്കിലും എനിക്ക് 10 ഇയേഴ്സിൻ്റെ ഗ്യാപ്പുണ്ട്. ഞാൻ 2014 ജോലി നിർത്തിയ ആളാണ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഞാനിവിടെ വന്ന് ഇതൊക്കെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിപ്രഷനും സങ്കടമൊക്കെ ആയി തുടങ്ങി. ആൾക്ക് ഞങ്ങൾ ഫാമിലി ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ എന്നെ വിളിക്കാതെ തന്നെയായി തുടങ്ങി. 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം വിളിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ തിരക്കില്ല, പൈസയുടെ കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ എക്സാമിൻ്റെ പേപ്പറും കൊണ്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ പരീക്ഷയ്ക്ക് പാസ്സാവുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നെ. കാരണം ആളെന്നെ കുറ്റപ്പെടുത്താനും തുടങ്ങി. നിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ വന്നത്, എന്നിട്ടിപ്പോൾ നമ്മുടെ കുടുംബമാണ് പോണേ. അപ്പോൾ ഞാൻ ആകെ പ്രാർത്ഥിച്ച് എന്നും കരഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചത് എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു തരണേ. എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ചിലപ്പോൾ യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ കരഞ്ഞു വേഗം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഈ റിസൾട്ട് അറിയണതിന് ഒരാഴ്ച മുമ്പ് തുടങ്ങി ഹസ്ബൻഡ് പറഞ്ഞു, അന്ന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഞാൻ നിന്നെയും മക്കളെ എടുക്കാം, അവിടെ ലാൻഡ് ലോഡും വില്ലിങ്ങായി പിള്ളേരെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇപ്പോൾ ഒരു അഡീഷണൽ ബോണസ് എന്നുള്ള രീതിയിൽ എൻ്റെ ഈ സ്കോർ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു 2ാമത്തെ സാക്ഷിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പഴയതിലും സ്നേഹമായിട്ടും എന്നും വിളിക്കും, വർത്താനവും പറയും, ഒക്കെ ഓക്കെയാണ്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ എനിക്കിനി ഈ പേപ്പർ വർക്കുകൾ നടക്കാൻ പറ്റുമോ, അതോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോകണോ, എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായില്ല. റിസൾട്ട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ടാണ് എനിക്ക് PCCക്ക് കോൾ വരണേ. സോ എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്നലെ എൻ്റെ മെഡിക്കലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും എനിക്ക് പോകണം. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ പോകണ കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി എനിക്ക് ഇന്ന് പള്ളിയിൽ കുരിശിൻ്റെ വഴിയും കാര്യങ്ങളാണ്, നീ ഇന്ന് പോയാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അത് ഞാൻ ഒരാളെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് അമ്മ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കട്ടായി പറഞ്ഞു. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റിക്ക് ലാസ്റ്റ് വയ്യായി വന്ന ആൻറ്റിക്കും വരാൻ പറ്റിയില്ല. ഞാൻ തന്നെ ആദ്യമായിട്ട് ഇത്രയും ദൂരം വരണേ. അപ്പോൾ ഞാൻ മോനെയും കൂട്ടി രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇന്നലെ ഞാൻ വിചാരിച്ചു ഒന്നും പറ്റില്ലെങ്കിൽ എൻ്റെ മൂത്ത മോനെയും കൊണ്ട് ഞാൻ വരും, അവനെയും കൊണ്ട് പോരാമെന്ന് വിചാരിച്ച് ഞാൻ തീരുമാനം എടുത്തതിൻ്റെ പിന്നാലെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയാണ്. അവർക്കറിയാവുന്ന ഒരു ഏജൻറ്റ്, ആൾ റെഡിയാണ്, ആൾ ഈ പേപ്പർ വർക്കുകളെല്ലാം 2 മാസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഗ്രഹം കൂടെ എനിക്കൊരു അടുത്തൊരു പ്രതീക്ഷയും കൂടെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനമാണ്. റെൻസി വർഗീസ് എന്ന മകൾ തൻ്റെ അനുഭവസാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആ മകളുടെ എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട് എന്ന്, BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് 13 വർഷമായി. 10 വർഷത്തെ ഗ്യാപ്പ് സർവീസിലുണ്ട്. ഒരു നേഴ്സാണ്, പ്രൊഫഷണലിൽ 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഓരോ അനുഭവവും നമ്മോട് പങ്കുവെച്ചതാണ്. അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴെങ്ങനെ ഈ മകൾ ഇന്നിവിടെ വന്ന് സാക്ഷിയാകുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അസാധ്യമായ മേഖലകളിൽ കൂടി നമ്മെ കൊണ്ടുപോകുവാൻ കഴിയുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് ഈശോ കൃപകളാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുക. അതാണ് ഈ മകളുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുക. അനുഭവ സാക്ഷ്യം അതാണ് നമ്മോട് പറയുന്നത്. ഒരു രാജ്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച മോളെ
3 രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള സ്കോർ നൽകിയാണ്. അതായത് ഇത്രയും തടസ്സങ്ങൾ എന്തിനായിരുന്നു? ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട്. അതാണിപ്പോൾ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ കാല പെറുക്കുന്നവരുടെ പുറകിലാകുന്നവനെ എങ്ങനെ മുൻപന്തിയിലെത്തിക്കുന്ന തമ്പുരാൻ്റെ വലിയ പദ്ധതികളാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യത്തിലൂടെയും കാണുവാൻ കഴിയുക. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകൾ. എങ്ങനെ ഈ മകൾ ഉടമ്പടി ജീവിതം നയിക്കുന്നു എന്നുള്ളതും 3 കുഞ്ഞുങ്ങളുണ്ട്, കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇവിടെ പങ്കുവെച്ചത് നാം കേട്ട് കഴിഞ്ഞതാണ്. ഇതേപോലെ ഉറച്ച ദൃഢമായ സ്നേഹത്തോടെ, ഈശോയോടുള്ള സ്നേഹം, ആ ഒരു സ്നേഹത്തോടെ നാമും മുമ്പോട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമുക്കും കിട്ടാക്കനി എന്ന് നാം വിചാരിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.